സീരിയസ്ലി വി വുഡ് ലൈക്ക് ടു ഹാവ് എ ബേബി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് അതിനൊരു താല്പര്യമല്ല. ഇൻ ഫ്യൂച്ചർ ഇഫ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ബോയ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണ് അങ്ങനെ ഒരു പ്രപ്പോസൽസോ? രണ്ടുപേരെയും കെട്ടിക്കോട്ടെ. ഒരാൾ ജെന്യുവിൻ ആയിട്ട് വന്ന് പറയാം രണ്ടുപേരെയും കെട്ടാം. ഒരു യൂട്യൂബർ ഉണ്ട്, പേരൊന്നും പറയുന്നില്ല, അവരെ പോലെ നമുക്കും ജീവിക്കാം എന്നൊക്കെ വന്നിട്ട് പറയും. അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാൽ മതി. ഇപ്പൊ ആക്സിഡന്റ് ആക്കിയിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുത്തിയിട്ട് ഇതാക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അവർ പച്ചയ്ക്ക് പറഞ്ഞതാ, ഇവളുടെ ബോഡി കിട്ടിയാൽ മതി, ആളെന്റെ കൂടെ ഒന്ന് നിന്നാ മതി. എന്റെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നാമത് മനസ്സിലായി. ഞാൻ തിരിച്ചു ചെല്ലുന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷയിലിരിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ വഴിപഠിപ്പിച്ചിട്ടില്ല. ഇവള് സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. ആ കൊച്ചിനെ ഞങ്ങൾ അറിഞ്ഞാട് വേറെ സ്ഥലത്ത് പോയി, വൃത്തിക്ക് അറിഞ്ഞു, വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറയാ. അതായത് ഇവര് എന്ത് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത്, പിന്നെ ബാഡ് വേ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് വേറെ ആൾക്കാരോട് പോയി കൺവേ ചെയ്യുന്നത്. ട്രാൻസ്മാൻ ആവാൻ ചാൻസസ് ആർ ഹൈ. ചില ലെസ്ബിയൻ കപ്പിൾസ് ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഗേൾസ് ആണ്. സോ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ട്രാൻസ്മാൻ ഒന്നും ആ ഒരു തോട്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾ പോണേ അവിടുന്ന് മാരി ചെയ്ത് ലീഗലി അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഇന്ത്യയിൽ എപ്പോഴാ വരാന്ന് അറിയില്ല. ഇനി വരുമ്പോൾ ഞങ്ങൾക്ക് 65 വയസ്സാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഷഷ്ടിപൂർത്തിക്ക് കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഫുഡാ? എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. ആകെ കൊളായത് ലേഡീസ് ഫിംഗർ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല. ഓരോ കാര്യത്തിനായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, പിന്നെ അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് ഇന്ന കാര്യത്തിനായിരുന്നു. അങ്ങനെയുള്ള അല്ല വിലാദികളുണ്ട്. അപ്പൊ ഇവളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്, ഇവളാണ് എന്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റുന്നത്. ഞാൻ വഴി പിഴപ്പിച്ചു. ഈ നൂറനെ കാണാൻ ആക്ച്വലി ആലിയ ഭട്ടിനെ പോലെ പല ആൾക്കാരും. എനിക്ക് ആലിയ ഭട്ടിനെ പോലെ തോന്നിയില്ല, പക്ഷേ ഗോപിക കണ്ണും എനിക്കും തോന്നിയില്ല. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ. ട്രാൻസ്മാൻ ആവാൻ ചാൻസസ് ആർ ഹൈ. ചില ലെസ്ബിയൻ കപ്പിൾസ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഈവൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാവട്ടെ, നമ്മളല്ലാത്ത പുറത്തത്തെ കമന്റ് ബോക്സിലെ ആൾക്കാരാവട്ടെ, എല്ലാവർക്കും ഉള്ള ഡൗട്ട് നമ്മൾ ഒരാൾ ഫ്യൂച്ചറിൽ ട്രാൻസ്മാൻ ആവും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. ഞാനല്ല, ഇവൾ അങ്ങനല്ല. ഈ പാവം പിടിച്ച അങ്ങനെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഗേൾസ് ആണ്. സോ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ട്രാൻസ്മാൻ ഒന്നും തോട്ട്സ് ഒന്നുമില്ല. ലൈക്ക് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഇവിടെ ആണെങ്കിലും വീട് കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കാം. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ റെന്റഡ് ഹൗസ് വരുമ്പോൾ ഒന്നുകിൽ ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിരിക്കും. നോർമലി അങ്ങനെയാണ്. അപ്പം നിങ്ങളെപ്പോലെ 2 പേര് ചെന്ന് കഴിഞ്ഞാൽ റെന്റ് ഔട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ റെന്റഡ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓൺ ചെയ്യുന്നതാണ്. അപ്പൊ ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഒരു പ്ലാനും ഇല്ല. ഞങ്ങൾ പോണേ എങ്ങോട്ടാണ് തീരുമാനിച്ചിട്ടുള്ള പുറത്ത് സെറ്റിൽ ആവാനാണിത്. കാരണം ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്ത് സിറ്റിസൺഷിപ്പ് കിട്ടി, അവിടെ നിന്ന് മാരി ചെയ്ത് ലീഗലി അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഇന്ത്യയിൽ എപ്പോഴാ വരാന്ന് അറിയില്ല. ഇനി വരുമ്പോ ഞങ്ങൾക്ക് 65 വയസ്സാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഷഷ്ടിപൂർത്തിക്ക് കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അതൊക്കെയാണ് ഫ്യൂച്ചറിൽ. ശരി, ഓക്കെ. ഇനി ഞാൻ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ജസ്റ്റ് പറയാം. വ്ളോഗിന്റെ കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ. ടെയിൽസ് ഓഫ് നൂർ ആൻഡ് അതില ഇടയ്ക്ക് മുടി ഇനി വളർത്താൻ പോകുന്ന കേട്ടു അല്ലേ? അതെ. ഇനി ഇവളെന്താക്കിയാണോ അവ പറയും, ആണായിട്ട് പെണ്ണായിട്ട് എന്താ പറയും കണ്ടറിയോ. നിങ്ങൾ കൂട്ടത്തില്ലേ കൂടുതൽ പൊസസീവ് ആരാ? 2 പേരിൽ ക്ലീഷേ. വെരി പൊസസീവ് ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ഓരോ സിറ്റുവേഷനിൽ ഇപ്പോൾ 2 പേരും പൊസസീവ് ആവും. അതായത് ഏതെങ്കിലും സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒബ്വിയസ്ലി ആ ഒരു പൊസസീവ്നെസ് കാണിക്കും.
ഇവക്ക് പറ്റാത്തതുകൊണ്ട് ഇവള് കാണിക്കും. രണ്ടും നമ്മുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലോ. ഇറ്റ്സ് അഗൈൻ സെയിം ആ 50-50 ആണ്. മുന്നത്തെ ഒരു അതിലെ നൂറെ വെച്ച ഭയങ്കര പൊസസീവ് ആയിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ലോങ് ഡിസ്റ്റൻസില് ഓക്കെ. ആ ഒരു ടൈമിലുള്ള രണ്ടുപേരല്ല ഞങ്ങളിപ്പോ. ആ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നില്ല, പിന്നെ പ്രഷർ അതും ഇതൊക്കെ വന്ന് നമ്മള് ആരോ ആയിരുന്നു, ഇപ്പോ ആരോ ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ വെച്ച് നോക്കുമ്പോ ഇപ്പൊ പൊസസീവ്നെസ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. അതെ. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാരായിരിക്കാം? അതുപോലെ തന്നെ ചിലപ്പോൾ തണുക്കുമായിരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് അത് പെട്ടെന്ന് ദേഷ്യം എനിക്കും വരും, രണ്ടുപേർക്കും വരും. ഇവക്കും വരും. പക്ഷെ ഇവള് ഒന്ന് കാമാവും. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ ഈഗോ വെച്ചിരിക്കും. ആകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്ന്. എനിക്ക് നല്ലോണം ദേഷ്യം വരും. ചെറിയ കാര്യത്തിന് തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. ഉണ്ട്. പിന്നെ ആദ്യം ആരാണോ സെറ്റിൽ ചെയ്യുന്നത്? ഞാൻ സെറ്റിൽ ചെയ്യൂട്ടോ. ഞാൻ സമ്മതിക്കൂല. എനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അതിപ്പോ ഒന്ന് തെറ്റിയാൽ അപ്പൊ തന്നെ ഞാൻ പോയി മിണ്ടും, അത് മറന്നുപോയിട്ട്. പക്ഷെ ഇവിടെ മറക്കൂല. ഐ മീൻ ഈഗോ വെച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഓക്കെ ആവും. ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഒന്ന് വേഗം വന്നു കിട്ടി ഒന്ന് സോൾവ് ആയാൽ മതിയായിരുന്നു. വരുമെന്നറിയാം കേട്ടോ സജി, മുതലെടുക്കുവാണ്. ഓക്കെ. നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതല്ല, കുക്ക് ചെയ്യുന്നവരാ? കുക്ക് ചെയ്യുന്ന ഇവളുടെ എനിക്കിഷ്ടം. അവക്ക് കൈപ്പുണ്യുണ്ട്. കോഴിക്കോടിൻ്റെതാണോന്ന് എനിക്കറിയില്ല. അവള് മുന്നേ കേറുമായിരുന്നു കിച്ചണില്, ഞാൻ കേറില്ലായിരുന്നു. ഇപ്പഴാ ഞാൻ കേറുന്നത്. ശരി. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഉണ്ട് നല്ല പോലെ. എന്താണ് സ്പെഷ്യൽ? കുക്ക് ചെയ്യും. അത് യൂട്യൂബാ മെയിൻ. യൂട്യൂബ് നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ അറിയുള്ളൂ, അല്ലാണ്ട് കുക്ക് ചെയ്യൂല. കൊച്ചി കോയൊക്കെ ഉണ്ടാക്കും യൂട്യൂബ് നോക്കാണ്ട്. അടിപൊളിയാണല്ലേ? ആ അന്ന് നല്ലതാ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. നല്ല ഇവളുണ്ടാകും. ഇവളെ മീൻ കറി മീനാ ആണ്. അതൊരു റീല് അല്ല, ഒരു ഷോർട്സ് ഇതായതാ. മീനില് വെള്ളം കൂടി പോയി എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്താ. പിന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ ഇട്ടിട്ടില്ല, ഷോർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഫുഡാ? ലാസ്റ്റ് ഉണ്ടാക്കിയാല് ഗാർലിക് ചിക്കൻ ഇഷ്ടമാണ്. എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. ആകെ കൊളായത് ലേഡീസ് ഫിംഗർ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല ഞാൻ കുക്ക് ചെയ്യും. പക്ഷെ ഇവള് കുക്ക് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഫിഷ് കറി ഒക്കെ നല്ലതാ. ഈ ചിലതൊക്കെ കൊളാവും, ചിലതൊക്കെ കൊളാവും. അതിന് വഴക്കും കേക്കും. ഇവരെ ഈ കൊച്ചി സ്റ്റൈല് പൊതുവെ നമുക്ക് അങ്ങനെ ആർക്കും ഇഷ്ടാവാത്തൊരു സ്റ്റൈലാണ്. കോഴിക്കോട് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാ പറയും. കോഴിക്കോടത്ത് ഫുഡ് വെച്ച് നോക്കുമ്പോ എറണാകുളത്തെ ഫുഡ്, ഇവിടുത്തെ ഹോട്ടൽ ഫുഡ്സും അങ്ങനത്തെ അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ കഴിക്കലുണ്ട്. എന്തിനാ കഴിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഓഹോ, ഫുഡ് അടിക്കും. കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ പക്കയായിരിക്കണം. ഡിസിപ്ലിൻ, ടൈം, പങ്ക്ച്വാലിറ്റി, ഇതിലൊക്കെ എനിക്ക് ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കണം. ഞാൻ ഓപ്പോസിറ്റാ, എപ്പോഴും ലേറ്റാ. ഭയങ്കര ലൈറ്റ്. എനിക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം അത്. ഞാൻ ചീത്ത പറയും. ഇവള് റെഡി ആയിട്ട് ലൈറ്റ് ഫാനൊക്കെ ഓഫ് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ റെഡി ആവും. അത് ഓഫ് ചെയ്ത ആള് പോയി കഴിഞ്ഞു ഞാൻ റെഡി ആയിട്ടുണ്ടാവില്ല. ഓഫീസിലൊക്കെ ഞാൻ എപ്പോഴും ലേറ്റ് ആയി സാധനം കാരണം. ബിക്കോസ് ഓഫ് ഹർ എന്നല്ലേ? ഐ ലവ് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരാളായിരിക്കും. അത് ഇവളാ. ഭയങ്കര ഷോപ്പ് ഹോളിക്കാ. അതായത് എന്തെങ്കിലും വാങ്ങണം വിചാരിച്ചാൽ അപ്പം വാങ്ങും. ഞാൻ പറയാം നമുക്ക് പിന്നെ വാങ്ങിയിരിക്കും. അപ്പൊ അവള് പറയും ഇല്ല ഇപ്പൊ വാങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വില കൂടിയത് വാങ്ങിയോളൂ. ചെറുതായിട്ടേ പറയുള്ളൂ പിന്നെ വാങ്ങാന്ന്. അപ്പൊ കുറച്ച് പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ആയിരിക്കും വേണ്ട ഇപ്പൊ വാങ്ങാന്ന്. പക്ഷെ അടുത്ത പ്രാവശ്യം മോട്ടിവേറ്റ് ചെയ്യും, എന്നാ വാങ്ങാം. ഇവള് വാങ്ങാന്ന് പറയുമ്പോ എനിക്കൊരു ത്വര വരും വാങ്ങാൻ. ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ത്വര ഇങ്ങനെ വന്നിട്ട് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ മണി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു വകുപ്പുണ്ടല്ലോ. ചിലപ്പോൾ ചില കപ്പിൾസ് രണ്ടുപേരും ഈക്വലി അത് ഡീൽ ചെയ്യുന്നവരുണ്ട്. ചിലർ കംപ്ലീറ്റ്ലി വൺ പേഴ്സൺ ആയിരിക്കും, വേറെ ആൾക്ക് കിട്ടുന്നതും ചിലപ്പം എല്ലാം നോക്കി ഡീൽ ചെയ്യുന്നത്. നിങ്ങളുടെ എങ്ങനെയാണ്? ഇപ്പോഴായിരിക്കും ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നതല്ലേ? നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത് ഇത് എന്ന് പറഞ്ഞ ഒരു ബുക്കൊക്കെ എടുത്ത് അങ്ങോട്ട് എഴുതും. ബുക്കൊക്കെ എടുത്ത് എഴുതും, പക്ഷെ ഒന്നും പ്ലാനിങ് പോലെ നടക്കൂല. അതാ സത്യം. എല്ലാം സെറ്റ് ചെയ്ത് വെക്കും അല്ലേ? എല്ലാം എഴുതി വെക്കും കറക്റ്റ് ആയിട്ട്. സേവിങ്സ് വേറെ വെക്കണം, ഇത് വേറെ വെക്കണം. പക്ഷെ ഒന്നും അങ്ങനെ പ്ലാനിങ് പോലെ നടന്നിട്ടില്ല. ഈ വർഷം നടത്തണം, ഇനി വേണം നടത്താൻ. ഓക്കെ. നിങ്ങൾ ഒരുമിച്ച് പോയി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് നിങ്ങൾ രണ്ടുപേരും മാത്രമാവും.
ദാറ്റ് ദോസ് ഡേയ്സ് വർ ലൈക്ക് ബ്യൂട്ടിഫുൾ എന്ന് എപ്പോഴും പറയാൻ പറ്റുന്ന എഗെയിൻ അവിടെ തന്നെ പോകണമെന്ന് തോന്നുന്നൊരു സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ലാസ്റ്റ് പോയത് മണാലിയാണ്. അത് ഞങ്ങൾ നല്ല കുറേ മെമ്മറീസ് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇനിയും പോകണം. ഒരു സാഡ് തിങ് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് അവിടെ സ്നോ വന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായി. കറക്റ്റ് വന്ന ആ ഒരു ടൈമിൽ അവിടെ സ്നോ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകേണ്ടി വന്നില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് സ്നോ ഇല്ലായിരുന്നു. അതും സ്നോഫോൾ അല്ല, താഴത്ത് മാത്രം. അപ്പം അങ്ങനെ ഒരു ഇത് പറ്റിയ പിന്നെ അടുത്ത പ്രാവശ്യം പോകണം. ഈ നിങ്ങൾക്ക് ഇപ്പം ഫ്രണ്ട്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടുതലില്ലെങ്കിലും വിരളിൽ എണ്ണാവുന്ന ചിലപ്പോൾ 1, 2, 3, 4 മാക്സിമം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വരുമ്പോൾ വിളിക്കാനോ അങ്ങനെ ഉള്ള ഒരു ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്കുണ്ട്? എങ്ങനെയാണ്? ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ടൈം എത്തുമ്പം ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ, അതായത് അവർക്കോ അതോ നമുക്കോ നമ്മളെന്തെന്നോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. അവരും അത് എക്സ്പെക്റ്റ് ചെയ്യും. അവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളും കൂടുതൽ എഫേർട്ട് ഇടണം. അറ്റ് ടൈംസ് നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വരും. നമുക്ക് നമ്മളെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അധികം ഫ്രണ്ട്സ് ഇല്ല. ഞങ്ങളങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വേറെ ആൾക്കാരോട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യല് വളരെ കുറവാണ്. ആകെ 2 ആൾക്കാര്, അല്ല 2 ആൾക്കാര് ഇപ്പൊ കയ്യിലെണ്ണാൻ പാകത്തിന് 2 പേര് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് ആയിട്ട്. ഞങ്ങളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം കൂടുതൽ ഞങ്ങൾക്കും താല്പര്യമല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ എനർജി കളഞ്ഞ. കാരണം ഞങ്ങൾക്ക് കുറെ അങ്ങനെ ബിട്രയൽ സംഭവം കിട്ടിയിട്ടുണ്ട്. ഓരോ കാര്യത്തിനായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്, പിന്നെ അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് ഇന്ന കാര്യത്തിനായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ പോയി കൊടുക്കാനായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഓ, അങ്ങനെയുള്ള വകുപ്പുകളുണ്ട്, അലവലാദികളുണ്ട്. അപ്പൊ അതെല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പണി തരുന്ന കുറെ കൂട്ടരുണ്ട്. പക്ഷെ നമ്മള് കുറച്ച് ആയിരിക്കും അറിയാം. പിന്നെ നമുക്ക് ആ ഒരു ഇതിനോട് നമുക്ക് ട്രസ്റ്റ് പോയി തുടങ്ങും. എല്ലാവരും അങ്ങനെയാണോ, നമുക്കൊരു ഡൗട്ട് വരും. പിന്നെ അതിന് നല്ലത് നമ്മൾ ആ ഒരു 2-3 ഫ്രണ്ട്സിനെയും കൊണ്ട് ലൈഫ് അങ്ങോട്ട് പോകുന്നതാ. ഹായ് ബൈ ഉള്ള ആൾക്കാർ. പിന്നെ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് ജെനുവിൻ സോൾ. നമുക്ക് ചേരുന്ന ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ചിലർക്ക്, എനിക്കിപ്പം ഈ ആളായിരിക്കും കംഫർട്ടബിൾ, പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അവർ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. സോ നമുക്ക് ചേരുന്ന ആ ജെനുവിൻ ഈക്വൽ വൈബുള്ള ആൾക്കാരെ കിട്ടാനും പാടില്ലേ? നല്ല പാടാണത്. അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാട് തന്നെയാണ് സത്യം പറയുകയാണെങ്കിലും. കാരണം ഞങ്ങൾ ജെനുവിൻ ആണ് എന്ന് വിചാരിച്ച കുറേ പേര് ജെനുവിൻ അല്ലാത്തവരുണ്ട്. അതായത് ഞങ്ങളെ ചതിച്ചവരുണ്ട്, ഞങ്ങളെ എന്താ പറയാ മറ്റേ ഫെയിം കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. പിന്നെ നമ്മളെ കാര്യം വേറൊരാളടുത്ത് വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൂടെ പഠിച്ചതാ കോളേജിൽ. അപ്പോൾ ആ കുട്ടി വന്ന് നമ്മളോട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത്, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടി ഒളിച്ചോടി പോയിട്ട് മാരി ചെയ്തതാ. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഒളിച്ചോടി പോയതാണ്. അപ്പോൾ വീട്ടുകാർ ഇതില്ല. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം സെയിം അങ്ങനത്തെ ഒരു ഇത് സിറ്റുവേഷൻ ഈസ് സെയിം ഓൾമോസ്റ്റ്. അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ആ കൊച്ചിനെ ഞങ്ങൾ അറിഞ്ഞാട് വേറെ സ്ഥലത്ത് പോയി വൃത്തിക്ക് അറിഞ്ഞു വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറയുക. അതായത് ഇവര് എന്ത് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത്, പിന്നെ ബാഡ് വേ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് വേറെ ആൾക്കാരോട് പോയി കൺവേ ചെയ്യുന്നത്. അതിലാട് ഉള്ളം കയ്യിലാണ് നൂറാന്ന്. ഇവളാണ് ഭരിക്കുന്നത്, ഇവളാണ് എൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്നത്, ഞാനൊരു പാവം ഒരു കോർണറിലിരിക്കുന്ന ഒരു പെണ്ണ്, അങ്ങനെയൊക്കെ പോയിട്ടാ പറയുന്നേ. നമുക്ക് മനസ്സിലായി നമ്മൾ ഇന്ന് കാണുന്നവരായിരിക്കില്ല നാളെ കാണുന്നേ. ആൾക്കാരെപ്പം വേണമെങ്കിലും ചേഞ്ച് ആവും. സോ നമ്മൾക്ക് അത്രക്കും ജെനുവിൻ ആണെന്ന് തോന്നിയ ആൾക്കാർ മാത്രം ഞങ്ങൾക്ക് രണ്ട് പേരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറേ കട്ട് ഓഫ് ചെയ്ത്, കുറേ ടോക്സിക് ആയിട്ടുള്ള ട്രസ്റ്റബിൾ അല്ലാത്ത ആൾക്കാരെ കട്ട് ചെയ്ത്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഏറ്റവും മോശമായി കേട്ട ഒരു ന്യൂസ്, ക്യാൻ ബി ഫേക്ക് അല്ലെങ്കിൽ ഉള്ളതിനെ കുറച്ചും കൂടെ പൊലിപ്പിച്ച് പറഞ്ഞൊരു ന്യൂസ് ആവാം, അങ്ങനെ കേട്ടൊരു ന്യൂസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തൊരു മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഇറ്റ്സ് വെരി ബാഡ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് കുറേ തോന്നിയിട്ടുണ്ട്. അതായത് എനിക്ക് എന്താ തോന്നിയതെന്നോ, എന്നെ ഇവള് ഭരിക്കുന്നു, അതായത് എൻ്റെ കാര്യങ്ങൾ ഇവള് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം ഞാനാണ് എൻ്റെ കാര്യം ചെയ്യുന്നത്, ഞാനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, അത് ഇവളല്ല ചെയ്യേണ്ടത്.
ഇവളും ഒരു ഇൻഡിവിജ്വലാണ്, ഞാനും ഒരു ഇൻഡിവിജ്വൽ. അവിടെ ഒരു ഭരിക്കൽ, ഒരു ഡോമിനന്റ് സബ്മിസീവ് അത് അവിടെ വരുന്നില്ല. അത് ചിന്തിച്ചുകൊണ്ട് ആൾക്കാർ അത് വേറെ രീതിയിൽ പോയിട്ട് പറയുന്നത് എനിക്ക് ഇറിറ്റേറ്റിംഗ് ടു ദ നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവള് കോഴിക്കോട് ഇവളുടെ വീട്ടിൽ അവിടെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ മിങ്കിൾ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് സംസാരിക്കില്ല, നല്ല സംസാരിക്കും. ഒരു പിന്നെ പറയാവുന്ന രീതിക്ക് പട്രിയാർക്കി വയസ്സ് ഒരു സോഫ്റ്റ് ഗേൾ, ആ ഒരു ലുക്കാണ് ഇവള് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റീനോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ പെരുമാറാവുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു വന്നൊരു വേർഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും. അത് എല്ലാവരും അങ്ങനെയാണ്. എനിക്ക് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അവിടെ സ്ട്രഗിൾ സർവൈവ് ചെയ്ത് നിന്ന് പോവാൻ ഞാൻ എടുത്തൊരു മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവളങ്ങനെ നിന്നത്. പിന്നെ വന്ന് ഇവൾ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിച്ച് പാരന്റ്സിനെതിരെ സംസാരിച്ച് പിന്നെ ഡ്രസ്സിങ് സ്റ്റൈല് മാറി ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്തു. അപ്പോഴും പാരന്റ്സ് അടക്കമുള്ള എല്ലാവരും പറയുന്നത് എന്താണ്, ഇവളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്, ഇവളാണ് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റുന്നത്, ഇവളാണ് എൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റുന്നത്. ഞാനാ വശീകരിച്ചത്. ആക്ച്വലി ഇത് ഞാൻ തന്നെയാണ്. ഞാൻ വഴി പിഴപ്പിച്ചു. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിനെ എങ്ങനെ ആക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ആക്കാൻ പറ്റൂലല്ലോ, ചിന്തിച്ചാ പോരെ. അത് ചിലപ്പോ അവര് കണ്ടിട്ട് പെട്ടെന്ന് ചേഞ്ച് ആയപ്പോ അവരങ്ങനെ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമാധാനം തോന്നുന്ന രീതിക്ക് നമ്മൾ എടുക്കുമെന്ന്, അതുപോലെ എടുത്തതായിരിക്കും. പക്ഷെ അതിനൊക്കെ ഒരു എക്സ്റ്റെൻഡ് ഇല്ലേ, പരിധിയില്ലേ പറയുന്നതിനൊന്നല്ലേ. നിങ്ങൾ ആരാ ഹൂസ് മോർ റൊമാൻറ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ആരായിരിക്കും? ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്, പക്ഷെ ഇവളാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാനാണ്, പക്ഷെ റൊമാൻറ്റിക്. ഞാൻ വിചാരിച്ചു അല്ല, ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്. പക്ഷെ മുമ്പ് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഞാൻ വിചാരിച്ചു ഞാനാണെന്ന്. താനാടോ? ഞാനായിരിക്കും. പിന്നെ മനസ്സിലായത് ഇവളാണ്. ഷീ ഈസ് ദ പേഴ്സൺ. വെരി റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കേട്ട് ആ ഒരു റൊമാൻസിൽ കുറച്ച് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, എക്സ്പ്രസ് ചെയ്യാൻ ഞാനാ. ഞാൻ അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യല് കുറവാ. അതായത് എക്സ്പ്രസ് ചെയ്യും, ബട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല അത് എക്സ്പ്രസ് ചെയ്യാനും. ഇല്ല, പക്ഷെ ഉള്ളിലുണ്ട് ആൾക്ക്. ഓക്കെ. അതെനിക്ക് ചില ആൾക്കാരുണ്ടല്ലോ ഓവർ എക്സ്പ്രസ് ചെയ്യൂല, ബട്ട് ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്ന് തോന്നി എനിക്ക്. അതെ. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ ചാറ്റ് ചെയ്യുമ്പോഴും അല്ലെ ടോക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഞാൻ ലോങ് ടെക്സ്റ്റ് ഒക്കെ അയച്ച് ഞാൻ എന്റെ തന്നെ വേർഡ്സില് ഞാൻ കവിയായിരുന്നു. അത് ഞാനും അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇവള് കോട്ട് പിൻട്രസ്റ്റ് എന്നൊക്കെ അയക്കുള്ളൂ, ഞാൻ എഴുതി അങ്ങനല്ല, ഞാൻ എഴുതി അയക്കലുണ്ട്. ഒരു പാരഗ്രാഫ് ഒക്കെ അയച്ചിട്ട് തിരിച്ചു കിട്ടുന്ന റിപ്ലൈ അല്ലെങ്കിൽ ഓക്കെ. ഇല്ല, അതല്ല, അതൊക്കെ വൃത്തിക്ക് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഞാനൊന്നും കൂടെ പോളിഷ് ചെയ്ത് ക്യൂട്ട്നെസ് ഒക്കെ ആക്കി ഒരു വെരി ഗുഡ് തിങ് ടു റീഡ് ആക്കി സ്വന്തം ഉണ്ടാക്കി എഴുതി അയക്കും. അടിപൊളി. ശരി, വലിയ സംഭവം മേടിക്കാൻ ഒരു ആഗ്രഹം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്ന ഒരു കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? വീടോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും? വീടും വേണ്ട. പിന്നെന്താ, ആദ്യം പുറത്തു പോയി സെറ്റിൽ ആവുക. അവിടെയാണ് ഞങ്ങൾക്ക് വീട്, അവിടെയാണ് ഞങ്ങൾ വീട് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട് വേണം കുറെ, അതായത് ഫെൻസ് ഒക്കെ ഉള്ള ഒരു വീട്, അതിൻ്റെ ഉള്ളിൽ കുറെ ഡോഗ്സ്. അതാണ് ഞങ്ങൾക്ക്. പെറ്റ്സ് വേണം. പെറ്റ്സ് ആണ് ഞങ്ങളെ ക്രേസ് ഇപ്പൊ. അപ്പൊ കുറെ പേര് വന്ന് ചോദിക്കും, മക്കളെ വേണ്ടേ നിങ്ങൾക്ക്? മക്കളില്ലാത്ത താലോലിക്കാൻ മക്കള് വേണ്ടേ? മക്കള് വേണ്ട, ഡോഗ്സും മക്കളാണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഒരു ബേബി. അത് പലർക്കും ഒരു ഡ്രീം തോട്ടെ. അതിപ്പോൾ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും ഗേ കപ്പിൾസ് ആണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ സീരിയസ്ലി വി വുഡ് ലൈക്ക് ടു ഹാവ് എ ബേബി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ അതിനെന്താണ് ആൻസർ പറയാനുള്ളത്? അങ്ങനെ ഒരു ഇപ്പം നമുക്ക് അതിനൊരു താല്പര്യമല്ല. ഇൻ ഫ്യൂച്ചർ ഇഫ് ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പുറത്താണ് അല്ലേ? പുറത്ത് ഇവിടെ ഇല്ലേ? ഇല്ല, സർവീസ് ഒന്നും ഇല്ല ഇവിടെ. സർവീസ് ഉണ്ട്, പക്ഷെ സെയിം സെക്സ് കപ്പിളിന് പറ്റുമോന്നൊരു സ്റ്റിൽ ഒരു ഡൗട്ടാണ്. അത് ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയുക, മക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അത് പോസിബിൾ ആണ്. സോ ഇൻ ഫ്യൂച്ചർ ഞങ്ങളത് ആലോചിച്ചിട്ടില്ല. സോ ഇഫ് ചിലപ്പോൾ അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇതില്ല. ഇപ്പം ഞങ്ങൾ വളർന്ന ഒരു സാമ്രാജ്യമൊക്കെ കെട്ടിയിട്ട് കുട്ടികളെയൊക്കെ നോക്കാം
നമ്മളൊന്ന് സെറ്റിൽ ആവുമല്ലോ. ഞങ്ങളൊന്ന് ആദ്യം വളരട്ടെ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞു പാരൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആ രണ്ട് സൈഡിലും സെയിം തന്നെയല്ലേ? സെയിം തന്നെ ആണ്. ഇപ്പം അവരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും, ഇപ്പം നേരത്തെ ആണെങ്കിലും മറ്റേ ഇളപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരത് ബിലീവ് ചെയ്തില്ല, റൈറ്റ്? ദാറ്റ് ഈസ് എ ട്രൂത്ത്. അതൊരു ഹാപ്പൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് അവർ പറഞ്ഞപ്പോൾ ബിലീവ് ചെയ്തില്ല. അതൊരു പക്ഷേ അതിന് പല മാനദണ്ഡങ്ങൾ കാണും, ബിലീവ് ചെയ്യാത്തതിൻ്റെ റീസൺസ് ഉണ്ടാവാം. ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഓർക്കും ചുമ്മാ പറയുന്നതായിരിക്കും. അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ബിക്കോസ് നേരിട്ട് ചിലപ്പോൾ കണ്ട് മുഖാമുഖം നോക്കി പറയാൻ ചിലപ്പോൾ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പോൾ. അതല്ലാതുണ്ടെങ്കിൽ മേ ബി അവർ കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ സിസ്റ്ററിന് ഞാൻ ബർത്ത്ഡേ വിഷ് അയച്ചിരുന്നു. ഞാനും അല്ല ഇവളും അയച്ചിരുന്നു. ലൈക്ക് അവള് ഞങ്ങൾ 2 ഗേൾസാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേ വിഷ് അയച്ചിരുന്നു. അപ്പം അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പിന്നീട് അങ്ങോട്ട് മെസ്സേജ് ബ്ലോക്ക് ആക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടാണല്ലോ ബ്ലോക്ക് ആക്കിയിടുക. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് അവിടുത്തെ സിറ്റുവേഷൻ കാരണമാണ്. അതായത് അവൾ പറഞ്ഞു വെച്ചേക്കാം ഞാൻ തിരിച്ചു വരും, അവൾ കോണ്ടാക്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊടുത്തേക്കുക. അപ്പം അതെനിക്കൊന്ന് തിരുത്തണം. അതായത് അവൾ മെസ്സേജ് അയക്കാതിരുന്നാൽ ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അവൾക്ക് അയക്കാൻ. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട് അവൾക്ക്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ മൈ സിസ്റ്റർ. ദാറ്റ് മീൻസ് സിസ്റ്റർ കരുതിയിരിക്കുന്നത് മെസ്സേജ് അതിൽ അയച്ചിട്ട് അത് റിപ്ലൈ സിസ്റ്റർ തരാതിരിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ചെല്ലും അങ്ങനെയാണ് പാരന്റ്സ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബട്ട് അവള് മുന്നേ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അതായത് അവള് നോട്ട് ടു മച്ച് ഇൻ ടു റിലീജിയൻ, അങ്ങനെയല്ല. ആളൊരു ചെറിയ കുട്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു 13 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 years ബാക്കോട്ട് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞാലും വലിയ കൂസലൊന്നുമില്ല. ആൾ ഓക്കെ ആണ്. അത്ര ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതന്നെ വലിയ കാര്യമാണ് ഞാൻ എടുക്കുന്നത് ഈ പ്രായത്തില്. എത്ര മുതിർന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, അവൾക്ക് മനസ്സിലായി. അപ്പൊ അത് ഒരിതുണ്ട്. അപ്പൊ അവള് അങ്ങനെ ഒരു ഇതാക്കരുത്. അവൾക്ക് എപ്പോഴും ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് പറയാനുണ്ട്. യെസ്. പാരന്റ്സിന്റെ അടുക്കുകയാണെങ്കിൽ സെയിം തിങ്. ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, ഞാൻ ഇങ്ങനെ ഇനി അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മതി. അല്ലാതെ വന്ന് കോണ്ടാക്ട് കീപ്പ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഹാപ്പിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. എന്റെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഒന്നാമത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ബാക്കിൽ നടന്നിട്ടോ അതോ ഉപദ്രവിക്കാൻ വന്നിട്ടോ അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. കൂടോത്രം ചെയ്തിട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരൂല. മൂന്നാമത്തെ കാര്യം, ഞാൻ തിരിച്ചു ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷയിലിരിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെങ്ങനെയാണോ അങ്ങനെ റോ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ജന്മത്തിൽ എന്തായാലും അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുകയും വേണ്ട, എനിക്ക് അവരെ ആക്സെപ്റ്റൻസും വേണ്ട, ഒന്നും വേണ്ട. ബട്ട് ഉപദ്രവിക്കാതിരിക്കുക. ലൈക്ക് നമ്മളെ പറ്റി വേറൊരാളോട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ രീതിയിൽ നിൽക്കുക. അതപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ സിബ്ലിങ്സിനോട് തന്നെ നമ്മളെ പറ്റിയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുള്ള രീതിയിൽ പറയാതിരിക്കുക. അത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എങ്ങനെയാണ്. സോ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് ദിസ്. എനിക്കും 10 പറയാനുണ്ട്. ഞാനിവളെ വഴിപഠിപ്പിച്ചിട്ടില്ല, ഇവള് സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. അങ്ങനെ ടെക്നിക്കലി വഴിപഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല മനസ്സിലാവില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തത് അടുത്താണെങ്കിൽ കത്തട്ടെ. അപ്പോ അത് തന്നെ. ഇനിയും ബാക്കിൽ നടന്നുക. അവർക്കേ പോകാനുള്ളൂ, ഞങ്ങൾക്ക് പോകാനില്ല. അതായത് ഇവള് വരുമെന്ന് എഴുതിയിട്ട് പിന്നെയും ബാക്കിൽ വരാൻ നോക്കുന്നുണ്ട്. സ്റ്റിൽ ലീഗലി ബോത്ത്. അപ്പൊ അത് ഇനിയും വരികയാണെങ്കിൽ അവർക്കേ മോശമുള്ളൂ, ഞങ്ങൾക്കില്ല. നമ്മള് പലതും മിണ്ടാണ്ടിരിക്കുന്നതാ. എന്താ അങ്ങനെ നിൽക്കണം? ഇല്ല, അതല്ല, കുറെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് അവരിനി മോശമാവണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതാ. പക്ഷെ ഇനിയും വന്നാൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോവും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമുക്കത് കേട്ടോണ്ടിരിക്കാനും അല്ലെ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമല്ലോ. റെസ്പോണ്ട് ചെയ്യും. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവര് നമ്മളെ ബിഹൈൻഡ് നടന്ന് ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഫൈൻ, അവര് നമ്മളെ വിട്ടു നിൽക്കുക, അവരെ പോട്ടെ, അവരെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ പുറകെ നടന്ന് നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അങ്ങനെ വന്നാൽ അവർക്കേ അത് ബുദ്ധിമുട്ടാവുള്ളൂ. ഇത് അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാൽ മതി. ഇപ്പൊ ആക്സിഡന്റ് ആക്കിയിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുത്തിയിട്ട് ഇതാക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അവർ പച്ചയ്ക്ക് പറഞ്ഞതാ, ഇവളുടെ ബോഡി കിട്ടിയാൽ മതി, ആളെന്റെ കൂടെ ഒന്ന് നിന്നാ മതി. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒരു പേടിയുണ്ടോ? അതായത് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളത് കൊണ്ട്
ദേ മൈറ്റ് കം, ദേ മൈറ്റ് ടേക്ക്, വീട്ടിലോട്ട് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പേടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പേടിയൊന്നുമില്ല. ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ട്. അത് നമുക്ക് മുന്നേ കിട്ടിയ ഒരു ചെറിയൊരു ട്രോമ കാര്യങ്ങളുണ്ട്. മുന്നേ അവരങ്ങനെ ചെയ്തോണ്ട് എന്നെ പിടിച്ചോണ്ട് പോയി, അവിടുന്ന് കുറച്ച് ഉപദ്രവിച്ച്, ഇവളെ ഉപദ്രവിച്ച്, അതൊരു മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി ഇതുണ്ട്. അതിന്റെ ഒരു ട്രോമ ഇപ്പോഴും മൈൻഡിൽ കിടക്കുക. ഒരു പേടി തട്ടി പറയില്ലേ, ആ ഒരു സാധനം ഉണ്ട്. അല്ലാതെ പേടിയൊന്നുമില്ല. നിങ്ങളുടെ പാരൻസിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നൂരയുടെ പാരൻസ് ആണ് കുറച്ചും കൂടെ ഡ്രമാറ്റിക്, ഭയങ്കര ടെറർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്രൈം ത്രില്ലറാ. നിങ്ങളിൽ ആരാണ് ഹൊറർ? ഞങ്ങള് ഇങ്ങനെ പോവാണ്, ഞങ്ങള് രണ്ടുപേരും ഹൊറർ വേണ്ടി വരും. അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങളുടെ ഞാൻ ചോദിക്കുവാണ്, ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ആസ് ഇൻ അവർക്ക് ഇത് കമ്മൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ പറയാനുള്ളത് എന്താണ്? അപ്പം അത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു എക്സാമ്പിളാണ്. കാരണം നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. മുന്നത്തെ രണ്ടുപേരല്ല ഇപ്പോഴത്തെ രണ്ടുപേര്, ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സപ്രസ് ചെയ്ത് നിൽക്കുന്നതും കമ്മൗട്ട് ചെയ്ത് നമ്മളായിട്ട് ജീവിക്കുന്നത് വേറെയാ. മറ്റേ നമ്മൾ ആരുടെയോ ഇതിനു വേണ്ടി അഭിനയിക്കുക. എന്തായാലും ഒരു ലൈഫേ ഉള്ളൂ, 7 ജന്മവും അടുത്ത ജന്മവും ഉണ്ടെന്ന് പറയാം. നമ്മള് മരിച്ച് എണീച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കേ പോകാനുള്ളൂ. ഇതിപ്പോ നമ്മളിപ്പോ മാരേജ് ചെയ്യുകയാണെങ്കിലും മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, മാരേജ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നാളെ മാരേജ് കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ആ വീട്ടിൽ നിൽക്കേണ്ടത് ആ ഒരാളാണ്. ഉറപ്പായിട്ടും. അതെ, പാരന്റ്സ് ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മോളെ അല്ലെങ്കിൽ മോനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ പറയത്തുള്ളൂ. പിന്നെ ഏത് രീതിയിൽ ജീവിച്ചാലും ആൾക്കാർ പറയും, പറയാതെ ആൾക്കാർ ഇരിക്കൂല. ആൾക്കാര് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, ഇപ്പൊ ഞങ്ങളെ സന്തോഷം കണ്ടിട്ട് പറയാണ് സന്തോഷമാണെന്ന് നാട്ടുകാരെ അറിയിക്കാനാണോ? അപ്പൊ ഞങ്ങള് ആയിക്കോട്ടെ അതെ അറിയിക്കാണ് എന്തേ. അപ്പൊ നമ്മൾ കമ്മൗട്ട് ചെയ്ത് നമ്മളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ആരും മാറ്റി നിർത്തില്ല. മാറ്റി നിർത്തിയാലും നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി, അല്ലാണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്തൊന്നും ജീവിക്കേണ്ട കാര്യമല്ല. ഈ നൂറനെ കാണാൻ ആക്ച്വലി ആലിയ ഭട്ടിനെ പോലെ അന്ന് പല ആൾക്കാരും ഞാൻ ഇവിടെ കമന്റ്സിലൊക്കെ വായിച്ചു. അതുമല്ല അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോ എന്താണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് തോന്നിയില്ല, എനിക്ക് ആലിയ ഭട്ടിനെ പോലെ തോന്നിയില്ല. പക്ഷെ ഗോപിക ജിപിയുടെ കണ്ണും എനിക്കും തോന്നിയില്ല. അതിനെ പറ്റി അങ്ങനെ കമന്റ്സ് വരാറുണ്ടോ, അല്ലെങ്കിൽ ആരും പറയാറുണ്ടോ? എന്നെ പറ്റി വരാറുണ്ട്. മീശ വെക്കായിരുന്നില്ലേ, പിന്നെന്താണ് താടി വെക്കായിരുന്നില്ലേ. ഞാൻ പറയട്ടോ, വേറെ ഒരു എന്താ പറയാ, കൈലിയോ മുണ്ടും ഇതിട്ട് നടക്കാറുന്നില്ല, അങ്ങനെ വരും. പോരേ ധാരാളം മുടിയൊക്കെ വിട്ടിരിക്കുമ്പോ ആൾക്കാർ ചിലപ്പോൾ പറയുന്നതായിരിക്കാം നീ വളർത്താൻ പോവാണ് കേട്ടോ. കാരണം എന്റെ മുടിയിലാണല്ലോ എന്റെ പേഴ്സണാലിറ്റി, ഞാൻ ആരാന്നിരിക്കുന്നത്. ആൾക്കാർ തിങ്ക് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്, റൈറ്റ് കോൺസെപ്റ്റ് ആണല്ലേ. അതെ അതെ. ഈ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നതിൽ വെച്ച് ഒരു 8ന്റെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരിക്കലും മറക്കില്ല, അതോടുകൂടിയാണ് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഒരു പണി? എവിടുത്തെ ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് മനസ്സിലാവും. എനിക്കതിപ്പോൾ മനസ്സിലാക്കണ്ട. കാരണം അതായത് ഞങ്ങൾ മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ കമ്മൗട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. മുന്നേ ഫ്രണ്ട്സാണ്, രണ്ടുപേരുണ്ട്. അപ്പോൾ അവരായിട്ട് ട്രിപ്പൊക്കെ അടിച്ചു, അങ്ങനെയൊക്കെ നടന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ടുപേരും ഞങ്ങളൊരു മൈൻഡും ഇല്ല. ഞങ്ങൾ ഹായ് കാണിച്ചാൽ ഞങ്ങളുടെ ഹായ് വായുവിലാണ്, നോക്കൂല. എന്നിട്ട് പിന്നെ പറഞ്ഞത് ഇവര് മറ്റുള്ളവരോട് പറഞ്ഞു കിടക്കുക, ആദിലെ നൂറേൻ കഞ്ചാവാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ തന്നെ നമ്മളെ പറ്റി പണിയായിരുന്നു. നമ്മൾ അത്ര ക്ലോസ് ആയിരുന്നു, നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. 2 ഗേൾസ് ആണ്. ഹോപ്പ് അവര് മനസ്സിലാവട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടക്കാണ്. അതായത് അത് ഭയങ്കര ചീപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നി. നമ്മളങ്ങനെ ഭയങ്കര ക്ലോസ് അല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഇവളോട്. പക്ഷെ പിന്നെ പറഞ്ഞപ്പോ പിന്നെ പോട്ടെ പുല്ലെന്നായി. പറഞ്ഞിട്ട് അവര് മാറാൻ പോകുന്നില്ല, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ജെനുവിനായിട്ട് ഇപ്പൊ ബോയ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണ്, ചിലപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, അവർ തോന്നുന്ന ചിലപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ മനമാറ്റം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടം പറഞ്ഞേക്കാം എന്നൊക്കെ
ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു പ്രപ്പോസൽസോ ഇഷ്ടമെന്നുള്ള പറഞ്ഞിട്ടുണ്ടോ ഒരു അനുഭവം? വന്നിട്ടുണ്ട്. കുറേ കൂടുതൽ ഇൻസ്റ്റയിലാണ് വന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ വന്നിട്ട് പറയും, ഒന്നെങ്കിൽ ഇവളെ പറയും അല്ലെങ്കിൽ എന്നെ പറയും, അല്ലെങ്കിൽ രണ്ടുപേരെയും പറയും. രണ്ടുപേരെയും കെട്ടിക്കോട്ടെ. ഒരാള് ജെന്യുവിൻ ആയിട്ട് വന്ന് പറയാം, നിങ്ങളെ രണ്ടുപേരെയും കെട്ടാം. ഒരു യൂട്യൂബർ ഉണ്ട്, പേരൊന്നും പറയുന്നില്ല, അവരെ പോലെ നമുക്കും ജീവിക്കാം എന്നൊക്കെ വന്നിട്ട് പറയും. അയാൾ സീരിയസ് ആയിട്ട് കൊറേ പുറകെ നടന്നു വന്നതാ. ലാസ്റ്റ് ചീത്ത പറഞ്ഞ പിടിക്കും. അല്ലെങ്കിൽ ഇവളോട് പോയി പറയും. സീരിയസ് ആയിട്ട് വന്ന് പറഞ്ഞു. കൊറേ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ വിളിച്ച് ഞങ്ങള് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞു വെച്ച്, ഇനി ഇങ്ങനെ വന്നാ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് സിവിയർ ആയിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെ എന്നെ പറ്റി ഇവളോട് പോയി പറയും, അതില എനിക്ക് അവളെ കെട്ടിച്ചു തരുമെന്നൊക്കെ. ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കണം അത്ര, എന്റെ പാർട്ട്ണറിനെ ഞാൻ വേറെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന്. അതെന്ത് ചെറ്റത്തരാ. പിന്നെ ഇവളോട് വന്നിട്ട് പറയും, ലീവ് ആദില, കം വിത്ത് മീ, അങ്ങനെ പറഞ്ഞ കമന്റ്സ് ഒക്കെ വരും. ജെന്യുവിൻ ആയിട്ട് വരുന്നത്. വളരെ ജെന്യുവിൻ ആയിട്ടല്ലേ. ഒരു ബോയ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന് ചിലപ്പോൾ നിങ്ങളോട് ശരിക്കും സംസാരിച്ച് മിങ്കിളൊക്കെ ചെയ്ത് ആദ്യമല്ല ഒന്ന് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പം ഹീ തോട്ട് ഷീ ഈസ് എ പേഴ്സൺ ഫോർ മീ. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അത് വിഷമം വന്നിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എക്സ് വന്നിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുന്നേ സംസാരിക്കുമായിരുന്നു, മുന്നേ ബ്രദർ സിസ്റ്റർ ആയിരുന്നു. പിന്നീട് പെട്ടെന്ന് അത് അങ്ങനെ അവര് ബ്രേക്കപ്പ് ആയപ്പോ അങ്ങനെ ഇപ്പോഴല്ല മുന്നേ സ്കൂൾ ടൈമിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിരുന്നു. അപ്പോ കൊറേ ഇങ്ങനെ പുറകെ നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ലൈഫിൽ അടിപൊളിയാവട്ടെ. ആൻഡ് ഇത് കഴിഞ്ഞ വർക്കിനൊക്കെ പോയി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ഒരു ബിരിയാണി മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.